എന്നത്തെ പോലെ ഇന്നും വർക്കുള്ള ദിവസമായിരുന്നു കേട്ടോ. അങ്ങനെ രാവിലെ ബ്രഷൊക്കെ എടുത്ത് പല്ല് തേപ്പെല്ലാം കഴിഞ്ഞ് കുളിക്കാൻ കയറിയപ്പോൾ കറണ്ടില്ല. എന്നാലും ജസ്റ്റ് ഒരു കുളി പാസ്സാക്കി കേട്ടോ. അങ്ങനെ തലയെല്ലാം തുടച്ച് യൂണിഫോമായിട്ട് ജസ്റ്റ് ഒരു സൺസ്ക്രീൻ തേച്ച് ഞാൻ നേരെ മെസ്സിലോട്ടാണ് പോയത്. മെസ്സിൽ നല്ല പഴവും ഉപ്പുമാവും പിന്നെ നല്ല ചൂട് ചായയും ഒന്നും നോക്കിയില്ല, നേരെ ഫുഡ് എടുത്ത് നേരെ കഴിക്കാനിരുന്നു. അങ്ങനെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ നേരെ പോകുന്നത് നമ്മുടെ മോജോൻ്റെ അടുത്തേക്കാണ്. മോജോ ഉണ്ട് എന്നെയും കാത്തി വിൻഡോ സൈഡിൽ കൂടെ ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ എന്നെ കണ്ടൊരു സന്തോഷം അവന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അവൻ്റെ മുഖത്തിന് അറിയാം. പിന്നെ ഡോറെല്ലാം തുറന്ന് അകത്ത് പോയി ഞാൻ ജസ്റ്റ് ഫുഡെല്ലാം കഴിഞ്ഞ് അവന് ചൂടുവെള്ളം പിടിച്ച് പിന്നെ എന്താ പറയുക, അവന് സിറപ്പ് ഉണ്ടായിരുന്നു, സിറപ്പെല്ലാം കൊടുത്ത് നേരെ അവൻ്റെ ഫുഡ് കഴിക്കാൻ പറഞ്ഞു ടാറ്റ പറഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങി. പിന്നെ നേരെ പോകുന്നത് നമ്മുടെ സ്വിമ്മിംഗ് പൂളിലേക്കാണ്. ഇത് സ്വിമ്മിംഗ് പൂളിൻ്റെ വെളിഭാഗം, ഇത് ഉൾഭാഗം. ഓക്കെ ഗൈസ്, അങ്ങനെ കുറച്ച് വൈപ്പിംഗ് ചെയ്യാനുണ്ടായിരുന്നു. വൈപ്പിംഗ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഞാൻ നേരെ പോകുന്നത് നമ്മുടെ റൂം സൈഡിലേക്കാണ്. ക്ലീൻ ചെയ്യാൻ തുടങ്ങി 10 മണിയായിട്ടുണ്ട് ഏകദേശം സമയം. അപ്പോൾ ഒരു റൂം ക്ലീൻ ചെയ്യാൻ നമുക്ക് 1 മണിക്കൂറെങ്കിലും വേണ്ടി വരും ഗൈസ്. അപ്പോൾ ഈ സമയത്ത് നമുക്കിവിടെ മഴയും കൂടിയുണ്ട്. അപ്പോൾ ഞാൻ ബെഡ് അടിക്കാനും കാര്യങ്ങളെല്ലാം ചെയ്ത് ഞാനും ബെഡും ഡുവയും എല്ലാം കൂടി ഒരു മത്സരമായിരുന്നു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ റൂമെല്ലാം കഴിഞ്ഞ് ഏകദേശം 2 മണിയൊക്കെ ആയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഇതാണ് ലാസ്റ്റത്തെ ഇത്. പിന്നെ മെസ്സിലോട്ട് പോയപ്പോൾ നല്ല നല്ല നെയ്ച്ചോറും സലാഡും ചിക്കൻ കറിയും പപ്പടവും ഒന്നും നോക്കിയില്ല, നേരെ ഫുഡെല്ലാം എടുത്ത് ഞങ്ങൾ 3 പേരും കൂടി കഴിക്കാനിരുന്ന്. എൻ്റെ ഫുഡടി കണ്ടിട്ടാണ് തോന്നുന്നു റാം അപ്പുറത്തിരുന്ന് ഒരേ ചിരിയായിരുന്നു, എന്താ രമേശ് കാണിക്കുന്നത് പറഞ്ഞിട്ട്. പിന്നെ നേരെ റൂം സൈഡ് വരുമ്പോൾ എനിക്ക് മുമ്പേ റാം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു, അതേപോലെ ആദിഷും. അവർ രണ്ടാളും വർക്ക് നേരത്തെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 4 മണിയായി. 4 മണിക്കുണ്ടല്ലോ നല്ല ചൂട് ചായ കുടിച്ച് ഞാൻ നേരെ പോകുന്നത് മോജോൻ്റെ ഫുഡുമായിട്ട് നേരെ മോജോനെ കാണാൻ പോകുന്നത്. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യമായിട്ട് പുതിയ ചാനലാണ്, അപ്പോൾ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മോജോ എന്നെയും കാത്തി വിൻഡോ സൈഡിൽ കൂടെ വീണ്ടും കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. അവൻ്റെ ഫുഡ് നല്ല വിശപ്പുണ്ടാവും. അങ്ങനെ അവൻ്റെ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞ് ഞാനും മോജോയും കൂടി ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ ഡേ. ഓക്കെ, അപ്പോൾ ടാറ്റാ.